മറ്റുകളിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് നല്ലൊരു പണി കിട്ടിയിരിക്കുകയാണ്. നല്ലൊരു പണിയല്ല, കുറച്ചേറെ പണി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇന്ന് ചെയ്ത് തീർക്കണം. ഫ്രണ്ടിലത്തെ ഈ ഒരു ടയറിൻ്റെ ബെയറിംഗ് പോയിരിക്കുകയാണ്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ബാക്ക് ഷോക്ക് അത്യാവശ്യം ഒരു ലോഡ് കയറുമ്പോൾ തന്നെ ഭയങ്കര സൗണ്ടാണ് ബാക്ക് ഷോക്ക്. പിന്നെ ഡിക്കിയുടെ കേസാണെങ്കിൽ വർക്കിന് പോയ സമയത്ത് പാർക്ക് ചെയ്ത സമയത്ത് ആരോ വന്ന് പുറകെ കൊണ്ടുവന്ന് കയറ്റിയിട്ട് മാന്യമായിട്ട് പോയി. ഡിക്കി ഇപ്പോൾ തുറക്കാനെടുക്കാനും പറ്റത്തില്ല. എന്നിട്ട് ഈ ഭാഗത്ത് ഇച്ചിരി ചള്ളലും ഇടിച്ചകത്തോട് കയറി. പിന്നെ ഈ ഒരു ഭാഗത്ത് ഗ്യാപ്പ് വീണു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ പണിയുന്നില്ല, ജസ്റ്റ് തുറക്കുന്ന എടുക്കുന്നതിനുള്ള പ്രശ്നം മാത്രം. പിന്നെ അതേ ഫ്രണ്ടിലത്തെ 2 ഫോഗ് ലാമ്പ് വല്ലായതാണോ അതിൻ്റെ ബൾബ് മാറ്റണോ അറിയത്തില്ല. അത് രണ്ടും പല്ലാണ്, അത് ശരിയാക്കണം. അപ്പോൾ അങ്ങനെ A തൊട്ട് Z വരെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. പുറയിലും മുന്നിലും എല്ലാം പണി. കല്ലൂരിലുള്ള ഗൾഫ് ഓട്ടോമൊബൈൽസിലാണ് ഞാൻ വണ്ടി എപ്പോഴും പണിയിക്കാൻ കൊടുക്കുന്നത്. ഈ ഒരു ബ്രോയാണ് നമ്മുടെ വണ്ടി പണിയുന്നത്. ഫസ്റ്റ് നമ്മുടെ ബെയറിംഗ് മാറ്റലാണ് പരിപാടി. പിന്നെ ഇവർ രണ്ടുപേരോടായി പണി. എത്ര അടിച്ചിട്ട് ഈ സാധനം ഊരുന്ന ലക്ഷണമേ ഇല്ല. അവസാനം അവരുടെ മാസ്റ്ററെ വിളിച്ചു. അവരുടെ മാസ്റ്റർ വന്ന് 2 അടി. സാധനം ഒരു കയ്യിലിരുന്ന്. ഈ ബെയറിംഗ് പല്ലാകുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഭയങ്കര ശബ്ദമായിരിക്കും, ഊന്നുള്ള ശബ്ദമായിരിക്കും. അങ്ങനെ നമ്മുടെ പുതിയ ബെയറിംഗ് സെറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഡിക്കിയുടെ പണി തുടങ്ങി. ഒരാൾ നിന്നുകൊണ്ട് പണി ചെയ്യുന്നു, ഒരാൾ കിടന്നുകൊണ്ട് പണി ചെയ്യുന്നു. അങ്ങനെ അകത്തും പുറത്തുമായിട്ട് ഒരുപാട് വണ്ടികളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഒരു ചെറിയ മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഷോക്ക് രണ്ടും മാറ്റി. അതിനുശേഷം ഫ്രണ്ടിലത്തെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തു. ബാക്കിലത്തെ ഇൻഡിക്കേറ്ററിൻ്റെ ബൾബ് പോയിട്ടുണ്ടായിരുന്നു, അതും സെറ്റ് ചെയ്തു. അങ്ങനെ ആകെ കൂടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ വണ്ടിയുടെ ബാലൻസിങ് അല്പം പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വീൽ ബാലൻസിങ് കൂടെ കറക്റ്റ് ചെയ്ത് അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്.